ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിൻ്റെ ഉള്ളടക്കമാണ് നാരായണീയം 8-ാം ദശകം മുതൽ 15 ദശകം വരെ ഉള്ളത്. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 8. നൈമിത്തിക പ്രളയവും നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. ഏവം താവൽ പ്രാകൃത പ്രക്ഷയാന്തേ ഭ്രാമേ കൽപേ ഹാദ്യമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്തത്വയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം. മഹാപ്രളയാവസാനത്തിലുണ്ടായ ബ്രഹ്മയുഗത്തിൻ്റെ ആദ്യ ദിവസം അങ്ങയിൽ നിന്ന് ഇപ്രകാരം ജന്മം ലഭിച്ച ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്നു തന്നെ വേദങ്ങൾ സ്വീകരിക്കുകയും പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന യുഗത്തിന് തുല്യമായ സൃഷ്ടികർമ്മം നടത്തുകയും ചെയ്തു. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർനൈമിത്തിക പ്രളയമാഹുരുദോസ്യ രാത്രിം. 1000 ചതുർയുഗങ്ങളോടുകൂടിയ പകലുകളും അതേ വലുപ്പത്തിലുള്ള രാത്രികളും ധാരാളം കഴിച്ചുകൂട്ടിയ ബ്രഹ്മാവ് രാത്രികാലങ്ങളിൽ തൻ്റെ സൃഷ്ടികളോടുകൂടി അതിൽ ലയിച്ചു നിദ്ര ചെയ്യുന്നു. അതിനാൽ ബ്രഹ്മാവിൻ്റെ രാത്രിക്ക് നൈമിത്തിക പ്രളയമെന്നാണ് ജ്ഞാനികൾ കൊടുത്തിട്ടുള്ള നാമം. അസ്മാദൃശാം പുനരർഹമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത്പ്രസാദാത് പ്രാഗ്ഭ്രാമകൽപജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാപ്തി തഥാപി സൃഷ്ടി. സാധാരണ മനുഷ്യരായ നമ്മൾ പ്രഭാതത്തിൽ ചെയ്യുന്ന കൃത്യങ്ങൾക്ക് തുല്യമായി ബ്രഹ്മാവ് അങ്ങയുടെ അനുഗ്രഹം മൂലം അനുദിനം സൃഷ്ടികർമ്മം ചെയ്യുന്നു. അപ്പോൾ പണ്ടത്തെ യുഗത്തിൽ ജനിച്ചവരും ആയുഷ്മാന്മാരുമായ മാർക്കണ്ഡേയൻ മുതലായവർ ഉറക്കം വിട്ടുണരുന്നതുപോലെ വീണ്ടും ജനിക്കുന്നു. പഞ്ചാശതാബ്ദമധുനാ സ്വവയോർത്ഥരൂപമേകം പരാർത്ഥമതിവൃത്തിഃ വർത്തതേ സൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. സർവവ്യാപിയായ ഈശ്വര, സ്വന്തം ആയുസ്സിൻ്റെ പകുതിയും 50 കൊല്ലങ്ങൾ കൂടിച്ചേർന്നതുമായ ഒരു പരാർത്ഥത്തെ അതിക്രമിച്ചിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞ അർത്ഥത്തിലെ അവസാന രാത്രിയിലെയും ഈ അർത്ഥത്തിലെ ആദ്യ ദിവസത്തിലെയും അങ്ങയുടെ സ്വാധീനത്തോടുകൂടിയ വിലാസഭംഗികൾ ഞാൻ പറയാം. ദീനാവസേനേധ സരോജയോനി സുഷുപ്തകാമസ്ത്വയി സന്നിലില്ലേ
ജഗന്തി ചദ്വജ്ജഠരം സമീയൂസ്തദേതമേകാർണവമാസവിശ്വം. അനന്തരം ആദ്യയുഗ അവസാനത്തിൽ ഉറങ്ങാൻ ആഗ്രഹിച്ച ബ്രഹ്മദേവൻ അങ്ങയിൽ വിലയം പ്രാപിച്ചു. ജഗത്തുക്കളും അങ്ങയുടെ ഉള്ളിൽ ലയിച്ചു. അപ്പോൾ ഈ ഭൂമി ജലമാത്രമായി തീർന്നു. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ഭൂമി മുഴുവൻ ജലമയമായി തീർന്നപ്പോൾ ചിദാനന്ദജ്ഞാനസ്വരൂപനായ അങ്ങ് തൻ്റെ തന്നെ മറ്റൊരു രൂപമായ ശേഷനെന്ന സർപ്പരാജൻ്റെ മുകളിൽ യോഗനിദ്ര കൈക്കൊണ്ടു ശയിച്ചു. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയത്യേതി ശതാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. പ്രളയാരംഭത്തിൽ എല്ലാ ശക്തികൾക്കും അഭയസ്ഥാനവും അഖില ജീവജാലങ്ങൾക്കും സങ്കേതവുമായ അങ്ങ് കാലമെന്ന പേരായ ശക്തിയോട് പ്രളയാവസാനത്തിൽ തന്നെ ഉണർത്തണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അനന്തൻ്റെ മുകളിൽ ശയിച്ചു. പ്രളയാരംഭത്തിൽ എല്ലാ ശക്തികൾക്കും അഭയസ്ഥാനവും അഖില ജീവജാലങ്ങൾക്ക് സങ്കേതവുമായ അങ്ങ് കാലമെന്ന പേരായ ശക്തിയോട് പ്രളയാവസാനത്തിൽ തന്നെ ഉണർത്തണമെന്ന് കൽപ്പിച്ചുകൊണ്ട് അനന്തൻ്റെ മുകളിൽ ശയിച്ചു. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഇങ്ങനെ ഏകനായ അങ്ങ് 1000 ചതുർയുഗങ്ങൾ ഉറങ്ങിയതിനു ശേഷം ഹേ വിശ്വനായക, കാലം എന്ന ശക്തി ആദ്യം ഉണരുകയും അങ്ങയെ ഉണർത്തുകയും ചെയ്തുവത്രേ. വിബുദ്ധിജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ ത്യേഷേവ സൂക്ഷ്മാത്മദയാ നിജാന്തസ്ഥിതേഷു വിശേഷദദാത സൃഷ്ടിം. ജലാന്തർഭാഗത്ത് ശയിക്കുന്ന ഭഗവാനെ, നിദ്രയിൽ നിന്നുണർന്ന അങ്ങ് എല്ലാ ലോകങ്ങളും തന്നിൽ ലയിച്ചു സ്ഥിതി ചെയ്യുന്നതായി കണ്ടെത്തിയപ്പോൾ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന ആ ലോകങ്ങളെ മന്ദമായി നോക്കി. തതസ്ത്വദീയാദയിനാഭിരന്ദ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷപദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. ഹേ ഭഗവാനെ, പിന്നീട് അങ്ങയുടെ അന്തർഭാഗത്തിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും സംക്ഷേപരൂപമായതും മുഴുവൻ വിടർന്നിട്ടില്ലാത്തതുമായ ഒരു ദിവ്യമായ താമരപ്പൂവ് അങ്ങയുടെ നാഭിയിൽ നിന്ന് പൊന്തിവന്നു. തദേതദംബോരുഗകുഡ്മളം തേ കളേബരാൽ തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർദ്വാന്തമലം നൃഗന്ധൽ. ദിവ്യപ്രകാശം ചൊരിയുന്ന ആ താമരമൊട്ട് അവിടത്തെ പവിത്ര ശരീരത്തിൽ നിന്നും ജലത്തിലേക്ക് വളരുകയും പുറത്തേക്ക് പ്രകാശിക്കുന്നതായ സ്വകാന്തി കൊണ്ട് പരിസരങ്ങളിലെ അന്ധകാരത്തെ മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്ത് വിടർന്നു. സംഭുല്ലപത്രേ നിധരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാവിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖിലവേദരാശി. വിടർന്ന ദളങ്ങളോടുകൂടി ഭഗവാന്റെ മാഹാത്മ്യത്താൽ സ്ഥിതി ചെയ്ത ആ താമരപ്പൂവിൽ സ്വയം പ്രകാശിച്ച് സർവവേദങ്ങളോടുകൂടിയവനും പത്മസംഭവൻ എന്ന പേരോടുകൂടിയവനുമായ വിധാതാവ് പ്രത്യക്ഷനായി. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി
അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയവാസ വിഷ്ണു. പരാത്മമൂർത്തിയും ഗുരുവായൂരിൽ വസിക്കുന്നവനുമായ ഭഗവാനെ, ആ പാദപത്മയുഗത്തിൽ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവോടുകൂടി അനന്തമായ മാഹാത്മ്യത്തോടെ സ്ഥിതി ചെയ്യുന്ന അങ്ങ് എൻ്റെ രോഗപീഠകളെല്ലാം തടയണം.